മണിക്കട്ട ഇപ്പോൾ വന്നു. ഇപ്പം പഴയ പോലുള്ള വരവൊന്നുമില്ല. ദിവസം ഒരു പ്രാവശ്യമാണ് ചിലപ്പോൾ വരും. ഇന്നലെ ഒരു പ്രാവശ്യമാണ്. ഇന്നിപ്പോൾ രാവിലെ ഇത്രയും ലേറ്റായിട്ടാണ് എത്തിയത്. വന്നിപ്പോൾ പൂച്ചക്കുഞ്ഞുങ്ങളുടെ ഫുഡ് മാത്രം മതി. തണ്ണിമത്തനും വേണ്ട, മീനും ഇറച്ചിയൊന്നും വേണ്ട. ഇത് കഴിക്കുക, കുറച്ച് കുത്തിക്കൊണ്ട് പോകും. ഇന്നലെ ഞാൻ അവനെ തൊടാൻ ചെന്ന സമയത്ത് എന്നെ ഒരു കുത്തു കുത്തി. ഇനിയിപ്പം അവൻ ഇനിയുള്ള വരവ് ഇനിയിപ്പോൾ ഉണ്ടാവില്ല. ഇന്നിനിയിപ്പം ചിലപ്പം വരത്തില്ല. ഇനി ഈ ഒരു യാത്ര പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളി ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് അകന്നകന്ന് പൊക്കോണ്ടിരിക്കുക. മണിക്കുട്ടോ, മണിക്കുട്ടാ. അപ്പം അവനിപ്പം നമ്മളെ ഇപ്പം ഒരു പേടി പോലെയാണ്. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമ്മോട് തൊഴിഞ്ഞൊഴിഞ്ഞ് മാറിപ്പോവുക. ഇപ്പം അകത്തോട്ട് കയറി വന്നാൽ കരയത്തില്ല. നേരത്തെ കരയുമായിരുന്നു, ഭക്ഷണത്തിന് കരയുമായിരുന്നു. നമ്മൾ അടുത്തോട്ട് ചെല്ലുമ്പം സ്നേഹം കാണിക്കുമായിരുന്നു. ഇപ്പം അതൊന്നും ഇല്ല. പുള്ളി നേരെ കയറി വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇറങ്ങിപ്പോകുന്നു. കേട്ടാ ഉമ്മാറ്റ കുഞ്ഞിന് ഉമ്മാറ്റ ഉമ്മ നാട്ടണ വേണം. അച്ഛനടുത്തോട്ട് വന്നേ. ഉമ്മ നാട്ടെ പോവാല്ലേ? കേട്ടാ ഉമ്മ നാട്ടണ ഉമ്മ കറണ്ടായോ? എല്ലാവരും ഏതാണ്ട് ഇങ്ങനെയൊക്കെ തന്നെ. മക്കളായാലും കാക്കയായാലും കിളിയായാലും കുരുവിയായാലും അവരൊക്കെ പറക്കം മുറ്റി കഴിയുമ്പോൾ അവരുടെ ഇഷ്ടത്തിന് ഒന്ന് പറയുക പോലും ചെയ്യാതെ അവർക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നുണ്ടോ? അവർക്ക് കൊണ്ട് കൊടുത്തു. അതാണ്ട് മറ്റേ കാക്കയുടെ ചുണ്ടയിലിരിപ്പുണ്ട്, കണ്ടോ? അതുമായിട്ട് പറന്നുപോയി അവനിവിടെ ഇരിക്കുന്നു. ഇവർ പട്ടയാലും പൂച്ചയായാലും എല്ലാം അതൊക്കെ തന്നെ. അവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ പിന്നെ അവരുടെ ഇഷ്ടത്തിന് പോകും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തുമില്ല, നോക്കത്തുമില്ല, നമ്മൾ വിളിച്ചാലൊട്ട് വരത്തുമില്ല. മണിക്കുട്ടൻ രണ്ടാമത്തെ റൗണ്ട് വന്നിരിക്കുക. ദാഹിച്ച വെള്ളം കുടിക്കുക. ഉച്ചായിട്ട് മോനെ ഇഷ്ടംപോലെ വെള്ളം കുടിച്ചോ. കഴിക്കേ. അവനിപ്പം നമ്മളെയൊക്കെ പേടിയാണ്. നമ്മൾ അടുത്തോട്ട് നമ്മളെ ചാടി പോവാ. ഇതിവിടെ നമ്മുടെ വീട്ടിലുണ്ടായ പഴമാണ്. ഇത് ഷുഗർ രോഗികൾക്കുള്ളതാണ്. ഇത് നമ്മൾ കുഞ്ഞിതായിട്ട് അരിഞ്ഞ് വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചാൽ കുറേശ്ശെ എടുത്ത് വെള്ളത്തിലിട്ട് ആ വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഷുഗർ ഭയങ്കരമായിട്ട് കുറയും. ഇന്ന് എനിക്ക് കുറച്ച്